ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരുള്ള KMC ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കാണാനിടയായി. ഈ വീഡിയോ ഇട്ടത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഈ പുള്ളിയെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ആദ്യം കാണുന്നത്. പിന്നെ TV ചാനലിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വാർത്ത വായിക്കുന്ന RJ അന്തു പുള്ളിയാണ് ഈ KMC ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചിട്ട് ഒരു ചെറിയ ഫ്രാക്ചറിന് 2 ലക്ഷം രൂപയോളം കോസ്റ്റ് വരുന്ന ഒരു ഓപ്പറേഷൻ ഇയാളുടെ കൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിച്ചു. എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4.4 മില്യൺ ആളുകൾ നിലവിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. 4.4 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് 44 ലക്ഷം ആളുകൾ, 1,24,000 പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട്, 1,60,000 പേര് അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് 9,700 പ്ലസ് കമന്റ്സ് വന്നിട്ടുണ്ട്. അത്രയും വൈറലായ ഒരു സാധനം. ഇപ്പൊ ഈ RJ അന്തു ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം KMC ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇദ്ദേഹത്തെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് വന്നേക്കാണ്. നീ ഈ പറഞ്ഞത് പ്രൂവ് ചെയ്യണം, പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് 10 ലക്ഷം രൂപ തരാം, പ്രൂവ് ചെയ്തില്ലെങ്കിൽ നീ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ടാണ് പുള്ളി പരസ്യമായിട്ട് വെല്ലുവിളിച്ച് വന്നേക്കുന്നത്. ഇവരൊരു ആവേശം മൂത്ത് ചെയ്തതാണെന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യവും പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്റ്റഡിയൊക്കെ നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഡോക്ടറിന്റെ ഭാഗത്താണ് 100% ശരി എന്നുള്ളതാണ്. എന്താണെങ്കിലും RJ അന്തുവിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്: പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ചികിത്സക്കുള്ള കോടികൾ തട്ടുന്ന ഈ കാലന്മാരെ വെറുതെ വിടരുത്. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ. ഇതൊരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സങ്കേതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ചു കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറി ആണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ, പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിന്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷിയുമില്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. എത്രയും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. 5,885 രൂപ അവർ ബില്ലടപ്പിച്ചു. പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു. ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. 3 മരുന്നും കുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പേരെ കണ്ടിട്ടാണ് ഒപ്പീനിയൻ എടുത്തത്. ആ ഒപ്പീനിയൻ എടുത്തവരൊക്കെ കാല് മാറിയിട്ടുണ്ട്. വരാം, നമുക്ക് അതൊക്കെ പറയാം. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും. തൊലിപ്പുറത്ത് സ്ക്രാച്ച് ഉണ്ടാക്കി ബാൻഡേജ് ചുറ്റേണ്ട ആവശ്യമില്ല. മറ്റേ 2 രൂപയുടെ ബാൻഡേജ് കിട്ടും, അത് മേടിച്ച് ചുട്ടിച്ചാൽ മതി. ഇങ്ങനത്തെ കെട്ടിവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല തൊലിപ്പുറത്തെ സ്ക്രാച്ച് ആണെങ്കിൽ. ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ KMC ഹോസ്പിറ്റലിൽ നിന്ന് സീരിയസ് ഇഞ്ചുറി ആണ്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇവരെ അറിയിച്ചപ്പോൾ ഈ 2 ഡോക്ടർമാരും ഞെട്ടിപ്പോയി. ഏറ്റവും വിഷമിപ്പിച്ചത് 35 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അയാളുടെ പേരറിയാമെങ്കിലും അതിവിടെ പറയാത്തത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊള്ള നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂലിക്കാരൻ മാത്രമാണ് അയാളെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എത്ര പാവങ്ങളെ ഇവർ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും, എത്ര ശരീരങ്ങൾ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ കീറി മുറിക്കുന്നുണ്ടാവും, എത്ര ലക്ഷങ്ങൾ ഇങ്ങനെ കൊള്ള നടത്തുന്നുണ്ടാവും. ചെങ്ങന്നൂരിലെ ഈ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് കോടികൾ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ അവയവങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സാ കൊള്ളയും നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാവരും പ്രതികരിക്കണം. ഗവൺമെന്റ് ഇടപെടണം. ഈ കൊള്ളക്കാരെ പൂട്ടണം. ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരോട് പറയാനുള്ളത്, എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ കച്ചവടക്കണ്ണോടെ മാത്രം കണ്ട് അവരെ ഓപ്പറേഷൻ ടേബിളിൽ എത്തിച്ച് വെട്ടിക്കീറി പണമുണ്ടാക്കുന്ന മനസാക്ഷിയില്ലാത്ത നാണം കെട്ട കാലന്റെ പണി നിങ്ങൾ ചെയ്യരുത്. ഇനി ഒരാളും നിവൃത്തിയുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോവരുത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വെച്ച് മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. ഞാനത് നേരിട്ടോളാം. ഞാൻ പറഞ്ഞത് അത്രയും എന്റെ അനുഭവങ്ങളാണ്, 100% സത്യമാണ്. കൊള്ള നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിങ്ങളുടെ അനുഭവങ്ങളും കമന്റ് ചെയ്യുക. മനുഷ്യർക്കിടയിൽ ഈ കൊള്ളക്കാരെ പൂട്ടാൻ കഴിയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അപ്പം ഇതാണ് RJ അന്തുവിന്റെ വീഡിയോ. കേസ് കൊടുത്താലൊന്നും പ്രശ്നമില്ല, പുള്ളിയുടെ അനുഭവമാണ് എന്നാണ് പറയുന്നത്. പുള്ളി ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലൊക്കെ ശരിയുണ്ട്. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇതുപോലെ കൊള്ള നടത്തുന്നത്. എനിക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു കേസിലോട്ട് വരാം. ഈ ഒരു വീഡിയോ ഇട്ടു, ഇതിന്റെ അടിയിൽ കുറെ കമന്റ്സ് ഡോക്ടേഴ്സിനെ തെറി വിളിച്ച് വരുന്നുണ്ട്, ആ ഹോസ്പിറ്റലിനെ തെറി വിളിച്ച് വരുന്നുണ്ട്. 1-2 കമന്റ്സ് ഞാനും കണ്ടു. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പല ആളുകളും അങ്ങനെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്.
ഉണ്ട്. ഇത്രയും ഒരു എൻഗേജ്മെന്റ് കിട്ടിയ റീലാണത്. അത്രയും സൈബർ ആക്രമണത്തിലോട്ട് ഇത് പോയ സമയത്താണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ കൃഷ്ണകുമാർ, പുള്ളി സീനിയർ ഓർത്തോ ആണ്, അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വന്നു ഗൈസ്. അദ്ദേഹം അതിന്റെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി വളരെ സയന്റിഫിക് ആയിട്ട് എന്താണ് സംഭവം, അതിന്റെ ചികിത്സാ രീതി എങ്ങനെയാണ്, അതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഡോക്ടർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. പുള്ളി പറയുന്ന കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. പറയുന്ന വ്യക്തി ഷിഹാസ് എന്ന് പറയുന്ന വ്യക്തി 3/3/2026 ഇവന്റെ യഥാർത്ഥ പേര് ഷിഹാസ് എന്നാണ്, RJ അന്തു എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വാഹന അപകടത്തെ തുടർന്ന് KMCRIAN ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ വരികയും അദ്ദേഹത്തിന് എൻ്റെ ജൂനിയർ കോളീഗ് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ആ ഫ്രാക്ചർ എന്തോന്ന് മനസ്സിലായതിനെ തുടർന്ന് ഈ രോഗിയോട് ഈ ഫ്രാക്ചറിൻ്റെ സവിശേഷത പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CT സ്കാൻ എടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലിംഗ് ആയിരുന്നു, ഈ പേഷ്യൻ്റ് വില്ലിംഗ് ആയിരുന്നു. അതിനുശേഷം CT സ്കാൻ എടുത്തു. CT സ്കാനിനകത്തെ ഈ ഫ്രാക്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫ്രാക്ചർ എന്താണ്, ഫ്രാക്ചർ എന്തൊക്കെയാണ് ഫ്രാക്ചറിൽ കയ്യിൽ സംഭവിച്ചിരിക്കുന്നത്, അതിൽ എത്രത്തോളം ആ ഫ്രാക്ചർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പം ഇദ്ദേഹം ചെറുപ്പമാണ്, 30 വയസ്സേ ഉള്ളൂ, അപ്പോൾ ഇതിൽ പ്ലാസ്റ്റർ ഇട്ടാൽ വരാവുന്ന ഭവിഷ്യത്തുകൾ, ഇത് സർജറി ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, എല്ലാത്തിനും അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം ലവൻ ഇങ്ങനൊന്നും അല്ലല്ലോ വന്നിട്ട് പറഞ്ഞത്, ഒരു ചെന്നപ്പോഴേ സർജറി വേണം എന്നങ്ങ് പറഞ്ഞെന്നുള്ള രീതിയിലാണ് അവനോട് അവതരിപ്പിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ എടേ മോനെ, നീ കാണിച്ചോണ്ടിരിക്കുന്ന തെണ്ടിത്തരമാണ് കേട്ടോ, ബാക്കിയുള്ള കേൾക്കാൻ എന്തായാലും. ഇതിൻ്റെ സർജറിയുടെ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിച്ചു. അതിന് കോസ്റ്റ് കൗൺസിലിങ്ങിന് അദ്ദേഹത്തിനെ വിടുകയും തുടർന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് വളരെ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുകയാണ്, വെള്ളിയാഴ്ച തൊട്ട് ഞാൻ വേറെ ഒരു മീഡിയയിലോട്ട് മാറുകയാണ്, എനിക്ക് പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റിയല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി എക്സ്റേയും ബാക്കിയുള്ളതും കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഇവിടുന്ന് പോകുന്നിടം വരെ അദ്ദേഹം ഒരു പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടത്. RJ അന്തു പുതിയ മീഡിയയിൽ ജോയിൻ ചെയ്തതാണ്ട്, റിപ്പോർട്ടർ TVക്കകത്താണ് ജോയിൻ ചെയ്തേക്കുന്നത്. നല്ല തുടക്കം കേട്ടോ, സൂപ്പർ. ഒന്നാമതേ അവന്മാർ ഇതുപോലാണ് ഉടായ്പ വാർത്തകൾ കൊടുക്കാൻ നല്ല മിടുക്കന്മാരായിട്ടുള്ള ടീമാണ്. അങ്ങോട്ട് തന്നെ ചെന്നപ്പോ തന്നെ ഇമാതിരി ഐറ്റമായിട്ടാണല്ലോ ചെല്ലുന്നത്, കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇനി നീ എങ്ങോട്ടും പോകണ്ട, അവിടെ തന്നെ നിന്നോ. ഈ ഡോക്ടർ പറയുന്നത് വെച്ചിട്ട് അവരെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് സർജറിയുടെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ RJ അന്തുവിന്റെ വീഡിയോ നോക്കിയാൽ ഒരു ബില്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബില്ലൊക്കെ നോക്കിയ സമയത്ത് കണ്ട CT സ്കാൻ 4200 രൂപ. ഓക്കെ, 4200 രൂപ ഒക്കെ നോർമലാണ്. 4200 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു CT സ്കാൻ എടുത്ത സമയത്ത് എനിക്ക് 4500 രൂപയാണ് ആയത്. 4000 തൊട്ട് 4500 രൂപയൊക്കെയാണ് CT സ്കാൻ. ഈ ഒരു കേസിൽ CT സ്കാൻ എടുക്കേണ്ട ആവശ്യകതയുണ്ട്, അതുകൊണ്ടായിരിക്കണം അവർ എടുപ്പിച്ചത് തന്നെ. അതുകൊണ്ടാണല്ലോ ഈ ഒരു ഫ്രാക്ചർ മനസ്സിലായത്, ഈ ഒരു ഭാഗത്താണ് ആ ഒരു പൊട്ടൽ വന്നേക്കുന്നത്. അപ്പം കൃത്യമായിട്ട് അറിയണമെങ്കിൽ CT സ്കാൻ തന്നെ എടുക്കണം. അടി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോയിട്ടാണ് ഇവൻ ഈ വന്നിരുന്നിട്ട് തള്ളിയേക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? ഈ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് ഇവരെന്താ സംഭവിച്ചത്, ഇവരെന്തുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് ആ ഡോക്ടർ പറഞ്ഞു, അതിന്റെ റീസൺ അടക്കം പുള്ളി വന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കേക്ക്. ആ റീലിൽ പറയുന്ന സംഭവങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആ റീലിൽ അദ്ദേഹം കാണിക്കുന്നിടത്ത് ഒരു മിന്നായം പോലെ മിന്നിമറയുന്ന ആ എക്സ്റേ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ അസിരോഗത്തെക്കുറിച്ച് വിവരമുള്ള ആൾ പോലും വേണ്ട, ഒരു സാധാരണ മനുഷ്യന് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു നോർമലല്ല, അതിനകത്തൊരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഫിലിം അദ്ദേഹം കാണിക്കുന്നില്ല, ഒരു CD കാണിക്കുന്നത്. CD കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അതിനുശേഷം അദ്ദേഹം കാണിക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു ക്വാളിഫൈഡ് റേഡിയോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഓഫ് ഡിസ്റ്റൽ എൻഡ് ഓഫ് റേഡിയസ്. പറയുകയാണെന്നുണ്ടെങ്കിൽ അകന്നിരിക്കുന്ന നമ്മുടെ കൈക്കുഴ, റിസ്റ്റ് ജോയിൻറ്റിൻ്റെ കുഴയിലുള്ള റേഡിയസ് എന്ന് പറയുന്ന അസ്ഥിയിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രാക്ചർ ഉണ്ടെന്നാണ്. 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചറിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സർജറിയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം നാട്ടിലോട്ട് പോവുകയും അവിടെ ഏതോ ഒരു ഡോക്ടറെ ഇതെല്ലാം ഈ RJ അന്തു ഇവൻ ഈ CT സ്കാൻ എടുത്ത് വെറുതെ ChatGPT എടുത്ത് ചോദിച്ചായിരുന്നു. ChatGPT തന്നെ മര്യാദയ്ക്ക് പറഞ്ഞു തന്നേനെ. പുള്ളി പറഞ്ഞത് ശരിയാണ്. ഇതാണ് അവൻ്റെ CT സ്കാൻ റിപ്പോർട്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഓഫ് പോളാർ ആസ്പെക്ട് ഓഫ് ഡിസ്റ്റൽ റേഡിയസ് ആൻഡ് നോട്ടഡ് ടുവാർഡ് ദ മീഡിയൽ സൈഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ മെഡിക്കൽ ടൈംസ് ആണ്, നമുക്ക് മനസ്സിലാവും. അന്നേരം ChatGPT എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞാൻ ഒന്നും ചോദിച്ചില്ല, വെറുതെ ഇത് എടുത്തിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അന്നേരം ChatGPT
PPT എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണ്ട് മോസ്റ്റ് കോമൺ ഫോർ ദിസ് കേസ് സർജറി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്നിട്ട് അതിന്റെ റീസൺസും കൃത്യമായിട്ട് പറയുന്നുണ്ട് താഴെ. റീഅലൈൻ ബ്രോക്കൺ ബോൺ പീസ്, ഫിക്സ് യൂസിങ് മെറ്റൽ പീസ് ആൻഡ് സ്ക്രൂസ്. 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയാണ് ഇതിന് സമയം എടുക്കുന്നത്. റീസൺ ഫോർ ദ സർജറി പറയുന്നത് ഫ്രാക്ചർ ഈസ് ഡിസ്പ്ലേസ്ഡ്, അതും ജോയിന്റിലാണ് ആ ഫ്രാക്ചർ വന്നേക്കുന്നത്. ഈ ഡോക്ടർ ഈ വീഡിയോയിനകത്ത് പറയുന്ന എക്സാക്ട് സെയിം കാര്യം തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ്, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. ഡോക്ടർ പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ നമുക്ക് കേൾക്കാം. ഫ്രാക്ചറിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സർജറിയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം നാട്ടിലോട്ട് പോവുകയും അവിടെ ഏതോ ഒരു ഡോക്ടറെ ഇതെല്ലാം കാണിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കണ്ട് ഇത് സർജറി വേണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഞെട്ടി തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. വേറെ ഒരു ഡോക്ടറെയും കാണിച്ചു, ആ ഡോക്ടർ ഡോക്ടറെ നിങ്ങൾക്ക് വല്ല റോസ്റ്റിംഗ് പരിപാടി തുടങ്ങിക്കൂടെ, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഡോക്ടർമാർ ഞെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, ഇതിലൊരു സ്ക്രാച്ച് ഉള്ളതെന്ന് പറഞ്ഞു. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാമേ, ഓർത്തോപെഡിക്സിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. ഞെട്ടിയ ഡോക്ടർമാർ കാര്യം അറിയിട്ടുണ്ട്. ഇവന്റെ കമന്റ് സെക്ഷനിൽ ഈ കേരളത്തിലുള്ള എല്ലാ ഡോക്ടർമാരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ഡോക്ടറിന്റെ കമന്റ് ആണെന്ന് വായിക്കാം. ഇയാൾ വീട്ടിൽ വന്നിരുന്നു, സർജറി താല്പര്യമില്ലെന്ന് പറഞ്ഞു, എങ്കിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ TVയിൽ ജോയിൻ ചെയ്യണം, പ്ലാസ്റ്റർ ഇട്ട് ആദ്യ ദിവസം തന്നെ പോകുന്നത് നല്ലതല്ല എന്ന് അയാൾ തന്നെ പറഞ്ഞു. എങ്കിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഹോസ്പിറ്റലിൽ വന്ന് പ്ലാസ്റ്റർ ഇടണമെന്ന് തൽക്കാലം ബാൻഡേജ് ഇടുന്നതിനും പറഞ്ഞു. CD കാണാൻ കഴിഞ്ഞില്ല, പ്ലാസ്റ്റർ കൊണ്ട് എല്ലാം ശരിയാകുമോ, സർജറി ആവശ്യമില്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മെസ്സേജ് ഫ്രം സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടർ. അവിടെ നിന്നും തേഞ്ഞ് RJ അന്തുവേ പട്ടത്തി മുളഞ്ചിയല്ലോടാ മുളോനെ. നീ ഫസ്റ്റ് ഒപ്പീനിയൻ ഡോക്ടറും കൂടെ വന്നിട്ട് ഒരു തേമ്പി കഴിഞ്ഞാൽ സമ്പൂർണ്ണം. ഡോക്ടർ പറ ഡോക്ടർ, നമുക്ക് ബാക്കി കേൾക്കാം. മെഡിസിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല, അത് പറഞ്ഞ ഡോക്ടർ ആയിരിക്കത്തില്ല, ഇദ്ദേഹത്തിന് തോന്നിയൊരു ഐഡിയ ആയിരിക്കും ഈ സ്ക്രാച്ച് എന്നുള്ള വാക്ക്. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിനെ നമ്മളൊരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ സ്ക്രാച്ചിന് എനിക്ക് കൊടുക്കാൻ തോന്നിയ ഒരു നിർവചനം അങ്ങനെയാണ്, ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ ആണെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റർ ആവശ്യമാണ്. ഇദ്ദേഹത്തിന് റീൽ ചെയ്തേക്കുന്ന വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാലറിയാം, അദ്ദേഹം കയ്യിലൊരു ബാൻഡേജ് മാത്രം ചുറ്റിയിട്ടാണ് പറഞ്ഞത്. 3 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഡോക്ടർ 3 ടാബ്ലറ്റ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഈ എക്സ്റേ വേറെ ഒരു ഡോക്ടറെ കാണിച്ചു, പുള്ളി ഞെട്ടിയെന്നാണ് പറയുന്നത്. ഞെട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം പറഞ്ഞിട്ടില്ല, പുള്ളി ഞെട്ടി എന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് ഞെട്ടി പ്രതികരിച്ച ജനങ്ങളോടും അദ്ദേഹത്തിൻ്റെ എക്സ്റേ കണ്ട് ഞെട്ടിയ ഡോക്ടർമാരോടും പിന്നെ പൊതുവായിട്ടുള്ളൊരു വിവരത്തിനും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് പൊട്ടലിൻ്റെ വര, അല്ലെങ്കിൽ പൊട്ടൽ നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് നീങ്ങി അത് ജോയിൻറ്റിനുള്ളിലൂടെയാണ് ആ പൊട്ടലിൻ്റെ വര കടന്നു പോകുന്നതെങ്കിലാണ് അതിനെ നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ എക്സ്റേയിലും CTയിലുമുള്ള ഫൈൻഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറയും. അതായത് പൊട്ടൽ ജോയിൻറ്റിനകത്തോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ പൊട്ടലിൻ്റെ വര ജോയിൻറ്റിനുള്ളിലേക്കാണ് പോകുന്നത്. ആ പൊട്ടിയ ഒരു ഭാഗം, നമുക്ക് കൈക്കൊടിയിൽ 2 ജോയിൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ റേഡിയോ കാർപ്പൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. റേഡിയസും നമ്മുടെ കയ്യിലെ ചെറിയ അസ്ഥികളും കൂടെയുള്ള ജോയിൻറ്റ്, രണ്ടാമത്തേത് റേഡിയസും അൾനയും തമ്മിലുള്ള ജോയിൻറ്റ്. ഈ 2 ജോയിൻറ്റിലും ഇൻവോൾവ് ആണ്. ഒരു പീസ് അതിൽ നിന്ന് നടന്നു മാറിയാണ് ഇരിക്കുന്നത്. അപ്പം ലോകത്തെല്ലായിടത്തും ഇതിനൊരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ, അനാറ്റമിക്കൽ റിഡക്ഷൻ ആൻഡ് റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ. അതാണ് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജോയിൻറ്റിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇതല്ലാതെ ഇതിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇത് കണ്ട അദ്ദേഹം ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഞെട്ടിയെന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഞെട്ടിയത് എന്ന് എനിക്ക് ഇതിനകത്തൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ജൂനിയർ കൊളീഗ് പറഞ്ഞ റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ ആഫ്റ്റർ അച്ചീവിങ് ആൻ അനാറ്റമിക്കൽ റിഡക്ഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു ബാൻഡേജ് ചുറ്റിക്കും. 3 ആഴ്ച, കൃത്യം 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഷിഹാസിൻ്റെ കൈ പഴയതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ലോകത്തെങ്ങുമില്ല. ഒരു ചെറിയ ക്രാക്ക്, അദ്ദേഹം പറയുന്ന സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ക്രാക്ക് ആണെങ്കിൽ പോലും പ്ലാസ്റ്റർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ബാൻഡേജ് എന്ന് പറയുന്ന ഒരു സാധനം ചുറ്റി ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അപ്പം മൊത്തത്തിൽ
തേഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബാൻഡേജും ചുറ്റിക്കൊണ്ട് വന്നിട്ടാണ് ഇവൻ ഈ റീൽ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സാധനമായിട്ട് പോയതാണ്, ബാൻഡേജിന്റെ ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ അവരെടുത്ത് പറഞ്ഞേക്കുന്നത്. നേരത്തെ സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടറും കൈ ഒഴിഞ്ഞ്, ഇനി ഫസ്റ്റ് ഒപ്പീനിയൻ ഡോക്ടറോട് വന്ന് കൈ ഒഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നീ ഫസ്റ്റ് ഒപ്പീനിയൻ എടുത്ത ഡോക്ടർ മണ്ടനായിരിക്കും. അതും അല്ലെങ്കിൽ നീ കറക്റ്റ് കാര്യങ്ങൾ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഈ CT സ്കാനിന്റെ റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ഈ സംഭവങ്ങളായിരിക്കണം ഇവിടെ നടന്നിട്ടുള്ളത്. ഇവന്റെ കമന്റ് സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും വന്നിരുന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഐ ആം എ കൺസൾട്ടന്റ് ഓർത്തോപീഡിയക് സർജൻ, ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ യൂഷ്വലി ഗീവ്സ് എ ബെസ്റ്റ് റിസൾട്ട് വിത്ത് എ മൈനർ സർജറി. എല്ലാവരും വന്നിട്ട് ഇത് തന്നെയാണ് പറയണേ. ആൻ ഓർത്തോപീഡിയക് സർജൻ വിത്ത് മോർ ദാൻ 14 years എക്സ്പീരിയൻസ് ഇൻ മാനേജിംഗ് കോംപ്ലക്സ് ട്രോമ കേസസ് ആൻഡ് പെർഫോമിംഗ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി. ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ that is this statement is medically incorrect and potentially misleading to the public. Hi, I am an orthopedic surgeon from Calicut. As a CT scan report displaced fracture involving joint, you will get a best result in surgery only. പിന്നെ കുറെ ചാറ്റ് GPT ഡോക്ടേഴ്സിനെ അതിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ചാറ്റ് GPT കോപ്പി പേസ്റ്റ് ചെയ്ത് കമന്റ് ഇട്ടേക്കുന്ന കുറെ ടീംസ്, ഒന്നല്ല രണ്ടല്ല കുറെ കമന്റ്സ്. കേരളത്തിൽ എത്ര ഓർത്തോപീഡിയക് സർജന്മാരുണ്ടോ അത് മൊത്തം ഇവന്റെ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എല്ലാവരും വന്നിട്ട് പറയുന്ന ഒരേ ഒരു കാര്യം, ഇതിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് സർജറിയാണ്, ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ സർജറി തന്നെ ചെയ്യണം എന്ന് തന്നെയാണ്. ഇനി ഡോക്ടറിന്റെ വെല്ലുവിളിയും കൂടെ നമുക്ക് കാണാം ഗൈസ്. ഇമ്പോസിബിൾ ആണ്. പിന്നെ ഈ കേട്ടോണ്ട് ഷിഹാസ് ഇത് കേൾക്കുകയാണെങ്കിൽ ഷിഹാസിനും പിന്നെ ബാക്കിയുള്ള പൊതുജനങ്ങളുടെയും ഒരു അറിവിലേക്ക് വേണ്ടി പറയണം. ഇത്തരം ഇൻട്രാർട്ടിക്കുലർ ഫ്രാക്ചേഴ്സിനെ നിങ്ങൾ ഇതേപോലെ ലോകത്തെങ്ങും ഇല്ലാത്തുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഒരു സ്റ്റേബിൾ ഫ്രാക്ചർ അല്ല. ആ പീസ് ഒരിക്കലും അവിടെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനോ ശരിയല്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ അത് മാറി അത് ആ ജോയിൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ലൂണേറ്റ് എന്ന് പറയുന്ന ബോണും പകുതി പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ആ പൊസിഷൻ അക്സെപ്റ്റബിൾ അല്ല. ഇനിയിപ്പോൾ അഥവാ നമ്മൾ കൈകൊണ്ടോ വല്ലതും വലിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് നമ്മളതിനെ പിടിച്ചിടുകയാണെങ്കിൽ പോലും അതവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇളകി പോരാതിരിക്കാനായിട്ട് അതിനെ ഒരു ടൈറ്റാനിയം പ്ലേറ്റ് വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഫിക്സ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് അത് ഊരിപ്പോരത്തില്ല, 100% ഉറപ്പുണ്ട്. അതിനെ 100% അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ, അത് എങ്ങനെയാണോ ഇരുന്നിട്ട് ആ പൊസിഷനിലോട്ട് തിരിച്ചു വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് പ്ലാസ്റ്ററിൻ്റെ ആവശ്യമില്ല. പ്ലാസ്റ്റർ നീര് കുറയുന്നിടം വരെയോ അല്ലെന്നുണ്ടെങ്കിൽ വേദന മാറുന്നിടം വരെയോ പ്ലാസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കൈ അനക്കാം. കൈ അനക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം? നിങ്ങൾക്ക് മസിൽ ലോസ് വരികയില്ല, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് വരത്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാം. അതുകൊണ്ടാണ് ഇത്തരം ഫ്രാക്ചേഴ്സിന് സർജിക്കൽ കറക്ഷനാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഡോക്ടർ എൻ്റെ ജൂനിയർ കൊളീഗ് നിങ്ങളെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ റീലിട്ട മിസ്റ്റർ ഷിഹാസിനെ ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു സ്ക്രാച്ച്. അപ്പം ആ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു അൺഡിസ്പ്ലേസ്ഡ് ഒരു കോർട്ടിക്കൽ ക്രാക്ക് അഥവാ ഒരു ഹെയർലൈൻ ഫ്രാക്ചറാണെന്നാണ്. അപ്പോൾ ആ ഒരു അൺഡിസ്പ്ലേസ്ഡ് കോർട്ടിക്കൽ ക്രാക്ക് അല്ലെങ്കിൽ ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ മാത്രമേ ഉള്ളായിരുന്നു ഇതിൽ. അല്ല, ഇതിൽ ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ അലിഗേഷൻ, ഇത്തരം കണ്ടീഷനുകളിൽ അതേപോലത്തെ ഇത്തരം ഫ്രാക്ചറുകളിൽ CT സ്കാൻ ഒരു അനാവശ്യ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളെ കൊണ്ട് CT എടുപ്പിച്ച് 5000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ബില്ലായി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ CT സ്കാൻ ഒരു എസെൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ CT സ്കാനിലൂടെ മാത്രമേ ഈ ഫ്രാഗ്മെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റോ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നു. ഇത് അല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. 3, ഇത്തരം ഫ്രാക്ചറുകളിൽ സർജറിയാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ പറയുന്നു. The best treatment for a 30-year-old man with a displaced intra-articular fracture, the best treatment is anatomical reduction and rigid internal fixation to facilitate early movement to avoid stiffness. ആണെന്ന് ഞാൻ പറയുന്നു. ഇതല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. ഇതിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ചാണ്. ഷിഹാസിന് മാത്രമല്ല, ഷിഹാസിൻ്റെ
നോട് അനുദപിച്ച് കമൻ്റ് ഇട്ട് ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിൽ ഒന്നും പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ 4 ദിവസത്തെ സമയം തരാം. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും. ചെറുതായിട്ടൊരു അപ്പങ്ങ് പറയുന്നേരെ തെറ്റ് പറ്റിപ്പോയി എന്നും പറഞ്ഞിട്ട് അതായിരിക്കും നല്ലത്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്തുന്നത് കൊണ്ട് നാണക്കേടൊന്നും വിചാരിക്കുന്നത് വേണം. നമ്മൾ ഡോക്ടേഴ്സ് ഒന്നും അല്ല. നീ പിന്നെ ഒരു മീഡിയ പ്രവർത്തകരല്ലേ, കോൺടാക്ട്സ് കുറെ കാണുമല്ലോ. അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ മതിയായിരുന്നു. അത് ഒരു ബേസിക് ഒരു സാധനം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ജസ്റ്റ് ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പൊ AI ഒക്കെ കുറെ ഉള്ളില്ലയോ സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ. വെറുതെ ആ ഒരു CT സ്കാൻ റിപ്പോർട്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇമാതിരി ഒരു അമളി പറ്റത്തില്ലായിരുന്നു. ഇനി അതൊരു നന്മമരം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണോ? എന്തിനാണെങ്കിലും തെറ്റ് പറ്റിപ്പോയി അന്തു. പറ്റുമെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു മാപ്പ് അങ്ങ് പറയുന്നതായിരിക്കും നല്ലത്. ആ റീൽ ഇപ്പോഴും നിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. എനിക്കിനകത്ത് തോന്നുന്നത് ഇത് സാധാരണക്കാരുടെ ഒരു പൊതു വികാരമാണ്. ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ അവർ അധികം തുക നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേണ്ടാത്ത ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ആവശ്യമില്ലാതെ സർജറി വേണമെന്നൊക്കെ ചെയ്യിക്കുന്നുണ്ട്. കുറെ ഹോസ്പിറ്റലുകൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതുണ്ട്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ റീസെന്റ് ആയിട്ട് കിഡ്നി സ്റ്റോണിന്റെ പെയിൻ കയറി മൂത്തട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ ലെഫ്റ്റ് കിഡ്നിയിൽ ഒരു 5 mm കല്ലിരിപ്പുണ്ട്, റൈറ്റ് കിഡ്നിയിൽ 8 mm കല്ലിരിപ്പുണ്ട്. ഈ 5 mm എൻ്റെ കിഡ്നിയിൽ നിന്ന് ഇറങ്ങിയ ഒരു ട്യൂബിലോട്ട്, നമ്മുടെ ആ ഒരു യൂറിനറി ബ്ലാഡറിലോട്ട് വരുന്ന ഒരു ട്യൂബുണ്ട്, ആ ട്യൂബിന്റെ ഒരു വളവിന് വന്നിരിക്കുകയാണ്. ആ 5 mm കല്ലാണ് എനിക്ക് പെയിൻ ഉണ്ടാക്കുന്നത്. ഇവരാദ്യം എന്നെ അൾട്രാസോണിക് സൗണ്ട് സ്കാൻ ചെയ്തു. അതിനകത്ത് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് CT സ്കാൻ ചെയ്തു. ഞാൻ ഇതെല്ലാം ചെയ്തു. നമ്മൾ ഉപേക്ഷ പറഞ്ഞില്ല. കാര്യം ആ ഒരു വേദന സമയത്ത് എന്ത് പണ്ടാരെങ്കിലും ചെയ്ത് ഇതൊന്ന് കണ്ടുപിടിച്ച് കുറയ്ക്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. ഓക്കെ, അങ്ങനെ CT സ്കാൻ ചെയ്തപ്പോഴാണ് ഈ വളവിന് ഈ സാമാനം ഇരിക്കുന്നത് കണ്ടെത്തിയത്. ഇത് അങ്ങോട്ട് കഴിഞ്ഞപ്പം ഇത് കണ്ട് എൻ്റെ കയ്യിൽ റിപ്പോർട്ട് ഇട്ടപ്പോഴേ ഞാൻ ഈ സാധനം എടുത്ത് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുമല്ലോ. ഇത് ആദ്യം എൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. എന്നിട്ടാണ് പിന്നെയാണ് ഡോക്ടർ വന്നിട്ട് നോക്കിയത്. ഒരു ഡ്യൂട്ടി ഡോക്ടറാണ് അവിടെ വരുന്നത്, രാത്രിയാണ്. ഈ ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് ഇത് കണ്ടപ്പോഴേ 8 mm ഒരു കല്ല് എൻ്റെ കിഡ്നിയിൽ ഇരിപ്പുണ്ട്, അത് പ്രശ്നമാണ്, അത് സർജറി ചെയ്യും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, ഇപ്പം നിലവിൽ എനിക്ക് പ്രശ്നം ഈ 5 mm ആണ്, അതല്ലേ മാറിയിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് വേദന ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? എന്നിട്ട് പിന്നെ നോക്കിയ സമയത്ത് കിഡ്നിയിൽ ചെറിയൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ സിസ്റ്റം ഒന്നും അല്ല. അത് എല്ലാ ആൾക്കാർക്കും വളരെ നോർമലായിട്ട് വരുന്നൊരു സാധനമാണ്. ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് അമ്മയെടുത്ത് ഒരു സിസ്റ്റം ഉണ്ട്. ഇത് കേൾക്കുന്ന അമ്മയൊക്കെ ഞെട്ടിത്തിരിച്ചേ, സിസ്റ്റോ? ഓൾറെഡി ഞാൻ ഇതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയോണ്ട് ഞാൻ എന്നിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ അത് കോമൺ ആയിട്ട് വരുന്നില്ല, അതിപ്പോൾ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, ആ ഒരു സാധനത്തിന് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യം പോലും ഇല്ല, നമ്മളൊരു മെഡിസിൻ പോലും കഴിക്കേണ്ട, അത് നോർമലി വരുന്നതാണ്, നോർമലി വന്നിട്ട് അത് പോവുകയും ചെയ്യും. മേ ബി പുള്ളി കയറിയിട്ടുണ്ടാകത്തുള്ളായിരിക്കും, അതിന്റെ ഇതിന്റെ തളപ്പിന് വന്ന് പറയുന്നതാവാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ അവിടുന്ന് എന്താ പറയാ ഡിസ്ചാർജ് മേടിച്ച് വന്ന് ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു 10,000-10,000 രൂപയായി പുറത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി. ഞാൻ പിന്നെ വേറൊരു ഡോക്ടറിനെ പോയി കണ്ട സമയത്ത് പുള്ളി ഈ CT സ്കാൻ നോക്കിയിട്ട് പറഞ്ഞത്, ഓക്കെ, ഈ സൈഡിൽ ഒരു കല്ലുണ്ട് 8 mm, അത് നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഒരു 10 mm പുറത്തോട്ടുള്ളതിനൊക്കെയാണ് നമ്മൾ ഒരു പ്രൊസീജിയർ വേണമെന്ന് നമ്മൾ പറയുന്നത്. 8 mm പ്രത്യേകിച്ച് അതിപ്പോൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കുകയാണ്, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളി ഒരു സീനിയർ യൂറോളജിസ്റ്റ് ആണ്. അതിപ്പം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കി ഇരിക്കുമല്ലോ, അതോടെ ഇരുന്നോട്ടെ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം നിനക്ക് വേദന വരുന്നത് ഈ ഒരു 5 mm സാധനമാണ്, അത് പോകാനുള്ള മരുന്ന് ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് വെള്ളം കുടിക്ക്, ഈ മെഡിസിനും കഴിക്കും, ഒരു 10 days എന്നും പറഞ്ഞിട്ട് ഇപ്പം തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ട മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പല എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് എപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഈ നല്ല ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഈ പൈസയ്ക്ക് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം ഇതിനെ കണക്കാക്കുന്ന ഹോസ്പിറ്റലും എല്ലാം ആളുകൾ ഇവന്മാര് കള്ളന്മാരാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പണം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് മാത്രം ചിന്തിക്കുന്ന ഈ കൊണച്ച ഹോസ്പിറ്റലും ഡോക്ടേഴ്സുമാണ് നല്ല ആൾക്കാരെയും കൂടെ പറയിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും TV അകത്ത് കാണുന്നുള്ളതാണ് ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ ക്രൂശിക്കുന്നത്. ചെറിയ എന്തെങ്കിലും ഒരു സാധനം മതിയായിരിക്കും, നല്ല രീതിയിൽ ഡോക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ പഴി കിട്ടുന്നത്. ഈ ഡോക്ടേഴ്സ് നല്ലത് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ
ചികിത്സകളെക്കാൾ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് ഡോക്ടേഴ്സിന്റെ ചികിത്സാ പിഴവ് എന്നും പറഞ്ഞ് വരുന്ന വാർത്തകളാണ്. മേ ബി അതിന്റെ സത്യാവസ്ഥ ചിലപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ വേറെ ഒന്നായിരിക്കാം. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് കണ്ടതാണ്, ഹോസ്പിറ്റലിൽ നെഞ്ചുവേനയായിട്ട് വന്ന സമയത്ത് അവർ ചികിത്സിച്ചില്ല എന്നും പറഞ്ഞിട്ട് പുള്ളി നെഞ്ചുവേന വന്ന് അവിടെ കിടന്ന് മരിച്ചു. ആ CCTV ഫൂട്ടേജ് ഒക്കെ ഭയങ്കരമായിട്ട് വൈറലാവുകയും ആ ഡോക്ടേഴ്സിനെയും ആ ഹോസ്പിറ്റലിനെതിരെയും അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിനെതിരെയും ഭയങ്കരമായിട്ട് സൈബർ ആക്രമണവും തെറിവിളിയൊക്കെ കണ്ടതാണ്. ഹാഷ്മിയുടെ ഒക്കെ തീപ്പൊരി പ്രസംഗം നമ്മൾ 24 ന്യൂസിനകത്ത് കണ്ടതാണ്. ആൻഡ് അതിന്റെ റിയാലിറ്റിയിലോട്ട് വന്ന സമയത്ത് ആ ഡോക്ടറിന്റെ അടുത്ത് മുൻപ് ഇവർ നെഞ്ചുവേനായിട്ട് പോയിട്ടുള്ളതാണ്. അന്നേരം അവര് വേറെ കാർഡിയോനെ അവർ റെഫർ ചെയ്തതാണ്. ഉടനെ നിങ്ങൾ കാർഡിയോനെ പോയി കാണണമെന്ന് പറഞ്ഞതാണ്. അവിടെ ഇരിക്കുന്ന നോർമൽ ഫിസിഷ്യൻ ആയിരിക്കും, അവർക്ക് കാർഡിയോയുടെ പരിപാടിയൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല അന്ന് രാത്രിയിൽ ആ പുള്ളിയുടെ വന്നതിന് ശേഷം അങ്ങേരെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആംബുലൻസിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ഒക്കെ ഈ ഡോക്ടർ ചെയ്തു കൊടുത്തിട്ടാണ് അവരെ ആംബുലൻസിൽ കയറ്റി വിടുന്നത്. എന്നിട്ട് പക്ഷെ പുള്ളി മരിച്ച സമയത്ത് ചീത്തപേര് മൊത്തം ആ ഒരു ഡോക്ടറിന്റെ തലയിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നോർമലായിട്ട് ഇവന്മാര് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, ഇവന്മാര് കള്ളന്മാരാണ് എന്നുള്ള ഒരു ധാരണ ആളുകളുടെ മനസ്സിലുണ്ട്. ഈ അന്തുവിന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ, ഈ ഡോക്ടേഴ്സ് അല്ലാതെ വന്ന കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കിയത് ആരാണ്? ഇവര് തന്നെയാണ് ഉണ്ടാക്കി. ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ ആളുകളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇതൊരു ബിസിനസ് ആയിട്ട് മാത്രം കണക്കാക്കി അവര് അവരുടെ ഫീൽഡിനെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി വന്നത്. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് എഴുതും, ഓക്കെ ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു വിടും. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എഴുതുന്ന മരുന്ന് ഇത് എന്തിനു വേണ്ടതുള്ളതാണ് എന്ന് പറഞ്ഞു തരാറുണ്ട്. സീരിയസ്ലി അത് നമ്മൾ കഴിക്കുന്ന മരുന്ന് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത ഡോക്ടേഴ്സിനുണ്ട്. ഒരു 3 മരുന്ന് എഴുതുന്നതാണ്, ഇത് കഴിച്ചാൽ മതി, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇത് കഴിച്ചാൽ മതി, ഓക്കെ ഇത് ഇന്നതുള്ളതിനാണ്, ഇത് കഴിച്ചാൽ ഇത് ഇങ്ങനെ വരും, ഇത് ഇങ്ങനെയുള്ളതിനാണ്, ഇത് കഴിച്ചാൽ ഇങ്ങനെ വരും എന്നും പറഞ്ഞ് ഒരു ഡോക്ടറും പറഞ്ഞു തരാറ്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ ഡോക്ടേഴ്സ് എഴുതുന്ന ഗുളിക അതിന് തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. വേറെ എങ്ങും പോയി കഴിഞ്ഞാൽ ആ സെയിം സാധനം ആ സെയിം ബ്രാൻഡിന്റെ കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട് നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചീത്തപ്പേരുകൾ വരുന്നത്. ഈ RJ അന്തുവിന്റെ കേസിൽ വരുന്ന സമയത്ത് പുള്ളി ഒരു ബേസിക് സ്റ്റഡി നടത്തിയിട്ടൊന്നുമില്ല. ഓക്കെ പുള്ളി നോക്കിയപ്പോൾ എന്താണ്, ഇവന്മാർ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, വേറെ ഡോക്ടറെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഇത് ചെറിയ വലിയ കാര്യമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് പുള്ളി ബ്ലാസ്റ്റർ വിട്ട് കെട്ടി ഇനി വിട്ട്. ഒരു സാധാരണ മനുഷ്യന്റെ ഇത് വെച്ച് ചിന്തിച്ചപ്പം ഓക്കെ ലവ്മാർ എന്നെ പറ്റിക്കാൻ വേണ്ടി എൻ്റെ ഇത് പൈസ കിട്ടാൻ വേണ്ടി 2 ലക്ഷം രൂപയുടെ സർജറി ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി ഇത്. ഒരു ബേസിക് സ്റ്റഡി നടത്താൻ അവനോട് നോക്കിയില്ല. ആസ് എ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ അവനോട് ചെയ്യേണ്ടതാണ്. അത് എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുത്തില്ലായിരുന്നു, അത് വേറെ കാര്യം. അത് ഇവന്റെ പൊട്ടത്തരമാണ്. അപ്പൊ RJ അന്തുവിനോടാണ് എനിക്ക് പറയാനുള്ളത്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് തീരും. കൂടുതൽ അലമ്പ നിന്ന് കഴിഞ്ഞാൽ മുഞ്ഞാൽ അടത്തേ ഉള്ളൂ. പിന്നെ ഡീഫമേഷൻ അങ്ങ് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഈഗോ ഒന്നും കാണിക്കണ്ട, ഒരു മാപ്പൊക്കെ പറഞ്ഞേരാ. അപ്പൊ ശരി, ബൈ.